സന്തോഷ വാർത്ത തന്നെയാ. ഇയാള് പ്രഗ്നന്റാ. അത് കേട്ടപ്പോ എന്താ ഒരു സന്തോഷമില്ലാത്തെ? അത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പ്രതീക്ഷിക്കില്ല. കാരണം 8 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടു നടന്ന ഒരു അമ്മയല്ലേ ഇയാള് തള്ളി താഴെയിട്ടത്. ഒരു പെൺകുട്ടി വിശേഷം അറിയിക്കുമ്പോ അവളുടെ മുഖത്ത് നോക്കി പരുഷമായി സംസാരിക്കേണ്ടതല്ല. പക്ഷേ നിങ്ങളെ നിങ്ങളുടെ കൊച്ചുമോളെയും ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. നിങ്ങൾക്കൊക്കെ അല്ലാതെ മറ്റാർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അത് പിന്നെ ഡോക്ടറെ, അത്രത്തോളം മോളെ ലക്ഷ്മി അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതാ. എന്ത് കഷ്ടപ്പാടാണെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങൾ ചെയ്യിക്കാത്ത കാര്യം മഹാലക്ഷ്മി ചെയ്യിച്ചു. അല്ലാതെ ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്കറിയാലോ അടുക്കള പണിയൊക്കെ. അവര് വീട്ടുകാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്നുണ്ടല്ലോ. എല്ലാ ആണും പെണ്ണും ഇന്ന് മിക്കവാറും കാര്യങ്ങള് ഷെയർ ചെയ്താ പോകുന്നേ. അപ്പൊ അടുക്കള കേറി ഒരു ചായ പോലും ഉണ്ടാക്കാത്ത ഇവളെയൊക്കെ പഠിപ്പിച്ചതാണോ ലക്ഷ്മി ചെയ്ത കുറ്റം? എന്നാലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യിച്ചപ്പം മോള് ആകെ ശ്വാസം മുട്ടിപ്പോയി. അങ്ങനെ ശ്വാസം മുട്ടിയ സ്റ്റെപ്പിന്ന് ഇവളുടെ ചേച്ചിയെ തള്ളി താഴെയിടുവോ? അത് ഡോക്ടറെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടായി. ഇവളുടെ അച്ഛനിപ്പോ പോലീസ് ലോക്കപ്പിലല്ലേ. അധികം വൈകാതെ നിനക്കും അങ്ങോട്ട് പോകാം, പിന്നെ ജയിലിലേക്കും. കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാലേ കണ്ണം വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ ഇപ്പൊ നിന്റെ അച്ഛൻ അനുഭവിക്കുന്നേ. അല്ലെങ്കിൽ കണ്ണന്റെ അച്ഛനെ കൊന്നത് നിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും കണ്ണൻ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുമായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടാ അയാള് പിടിച്ച പിടിയാലെ പോലീസ് ലോക്കപ്പിലാക്കിയത്. എന്തു ചെയ്യാനാ ഡോക്ടറെ? പെട്ടെന്നുള്ള ദേഷ്യത്തിനും മോള് അങ്ങനെ അങ്ങ് ചെയ്തു പോയതാ. എല്ലാവർക്കും ദേഷ്യം വരും എന്നുവെച്ച് അത് നിയന്ത്രിച്ചില്ലെങ്കിലേ ഇപ്പൊ ഇവൾ അനുഭവിച്ചതിനേക്കാളും വലിയ കഷ്ടപ്പാടായിരിക്കും ഇനി ഇവൾ അനുഭവിക്കാൻ പോകുന്നത്. ഇവള് ജയിലിലേക്ക് പോയിന്നിരിക്കട്ടെ, അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവൾക്ക് ജോലി ചെയ്യേണ്ടി വരും. ആ സമയത്തെ ഇവളെ ജോലി ചെയ്യിപ്പിക്കുന്നത് ജയിൽ വാർഡനാവും. അവരെ ഇവൾ ഇതുപോലെ തല്ലുവോ? ആ സമയത്ത് എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല ഡോക്ടറെ. അതൊക്കെ അറിഞ്ഞോളൂ. ലക്ഷ്മിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ച നിന്നോട് ഇപ്പോഴും ചെറിയൊരു സിമ്പതി കാണിച്ചിട്ടുണ്ട് കണ്ണൻ. അതുപോലും ആവശ്യമില്ലാന്നാ ഞങ്ങളൊക്കെ കണ്ണനോട് പറഞ്ഞത്. ദാ ഈ മരുന്നൊക്കെ വാങ്ങി കൊടുക്കാൻ നോക്ക്. ഇവളുമാരൊക്കെ എന്റെ അരികിലേക്ക് വന്നാ എനിക്കൊരു ഡോക്ടറുടെ കടമ ചെയ്തല്ലേ പറ്റൂ. പക്ഷെ വരരുതെന്നാ എന്റെ അഭിപ്രായം. ഇവിടെ മറ്റു ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടല്ലോ, അവിടെ അങ്ങനെ കൊണ്ടുപോകാൻ നോക്ക്. ശരി ഡോക്ടറെ.